നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഈശ്വര കൃപയാൽ എനിക്കിവിടെ സുഖമാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ചയിലെ ഹൈലൈറ്റ്സ് എല്ലാം കൂടി ചേർത്ത് ഒരു വീക്ക്ലി വ്ളോഗായിട്ടാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് കേട്ടോ. പതിവ് കാര്യങ്ങൾ എല്ലാം ചെയ്തു. നേരത്തെ ഉണർന്നു, അമ്പലത്തിൽ പോയി, മടങ്ങി വന്ന് റീൽസ് ചെയ്തു, എക്സസൈസ് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് ഡാൻസ് ക്ലാസ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് കാരണം തലേ ദിവസം കുറേ ക്ലാസ്സസ് ഉണ്ടായിരുന്നു, കുറച്ചധികം പൊടിയും മഴുക്കും ഉണ്ടെന്ന് വിചാരിച്ചു. എന്നാൽ അത് ക്ലീൻ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചാണ് ഡാൻസ് ക്ലാസ്സിലോട്ട് വന്നത്. ഡാൻസ് ക്ലാസ്സിൽ വന്നപ്പോൾ എൻ്റെ പൂച്ചും കൂടെ വന്നു കേട്ടോ. അവളെന്നെ വൃത്തിയാക്കാൻ സമ്മതിക്കുന്നതേ ഇല്ല. വളരെ കഷ്ടപ്പെട്ട് ഞാൻ ക്ലീൻ ചെയ്യുകയാണ്. അത്യാവശ്യം കുറച്ച് സ്പേസ് ഉണ്ട് ഡാൻസ് ക്ലാസ്സിൽ. അപ്പോൾ ക്ലീനിങ്ങും കുറച്ചധികം ടീഡിയസ് ആണത്. എൻ്റെ മൊത്തത്തിൽ ക്ലീനിങ് എല്ലാം കൂടെ ഇപ്പോൾ എനിക്ക് ഏകദേശം 3 to 4 hours എടുക്കുന്നുണ്ട്. എന്താ അങ്ങനെ പറഞ്ഞതെന്നല്ലേ? ഡാൻസ് ക്ലാസ് ക്ലീൻ ചെയ്യണം, വീട് മൊത്തം ക്ലീൻ ചെയ്യണം, കുക്ക് ചെയ്യണം, മുറ്റമൊക്കെ വൃത്തിയാക്കിയിടണം, ബാൽക്കണി ക്ലീൻ ചെയ്യണം, ചെടിക്ക് വെള്ളം ഒഴിക്കണം, കാറൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കണം, പിന്നെ വീട്ടിൻ്റെ അതെല്ലാം അടുക്കി പെറുക്കിയൊക്കെ വെക്കണം. ഇതുകൂടാതെ ഷൂട്ട് ചെയ്യണം, ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം, ക്ലാസ് എടുക്കണം, എൻ്റെ വ്ളോഗിൻ്റെ എഡിറ്റിംഗ്, ഡബ്ബിങ്, അപ്ലോഡിങ് അതെല്ലാം ചെയ്യണം. അത് കഴിഞ്ഞാൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ പുറത്ത് പോയി മേടിക്കണം, ഇടയ്ക്ക് സൗഭാഗ്യം ഒന്ന് പോയി വിസിറ്റ് ചെയ്യണം. ഇങ്ങനെ എണ്ണമറ്റ കാര്യങ്ങളുണ്ട്. ഇത്രയൊക്കെ ജോലി ചെയ്യുമ്പോഴേ ഇടയ്ക്കൊക്കെ ക്ഷീണമാവാറുണ്ട്. പ്രത്യേകിച്ച് ഒരു ക്രിയേറ്റീവ് വർക്കിന് ആരോഗ്യം ചിലപ്പോൾ കിട്ടിയില്ല എന്നൊരു പ്രയാസം എനിക്ക് തോന്നാറുണ്ട്. കൂടുതലും ഈ ക്ലീനിങ്ങും അടുക്കി പെറുക്കുന്നതിലും മറ്റ് ഡൊമസ്റ്റിക് കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് എനർജി കളയുമ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് എനർജി ഇല്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ സൗഭാഗ്യ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഡിഷ് വാഷർ വാങ്ങിച്ചു തന്നപ്പോൾ സൗഭാഗ്യ പറഞ്ഞു, മറ്റേ ആ റോബോയിലെ ക്ലീനിങ് വാക്വം അതൊന്ന് മേടിക്കണമെന്ന്. അങ്ങനെ അതൊന്ന് മേടിച്ചാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുക മാത്രമല്ല, ഞാൻ സൗഭാഗ്യ വിളിച്ച് സംസാരിച്ചപ്പോൾ സൗഭാഗ്യ പറഞ്ഞു, എന്നാൽ നമുക്ക് വൈകിട്ടൊന്ന് ഇറങ്ങാം, ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞു. വലിയ വിലയില്ലെങ്കിൽ ഒരെണ്ണം മേടിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അത്യാവശ്യം എന്നെ ഒന്ന് സഹായിക്കുമെങ്കിൽ കുറച്ച് സമയം എനിക്ക് ലാഭിച്ച് എനിക്ക് എൻ്റെ ക്രിയേറ്റീവ് വർക്കിൽ കുറച്ചുകൂടെ എനിക്ക് സമയം കണ്ടെത്താൻ സാധിക്കും എന്ന പ്രത്യാശയിലാണ് അത് മേടിക്കാൻ തീരുമാനിച്ചത്. ഡാൻസ് ക്ലാസ്സിൻ്റെ ക്ലീനിങ്ങിന് ശേഷം ഞാൻ വീട് മുഴുവൻ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടു. എൻ്റെ പെറ്റ് ഡോഗ് ബൂബുവിനെ ഒരു ഡ്രൈ ബാത്ത് കൊടുത്തു, ബ്രഷ് ചെയ്തു, അവൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു, അവൻ കിടക്കുന്ന സ്ഥലമൊക്കെ നീറ്റാക്കി, ചെടിക്കൊക്കെ വെള്ളമൊഴിച്ചു, ബാൽക്കണിയൊക്കെ ക്ലീൻ ചെയ്ത്, കാറും കഴുകിയപ്പോഴത്തേക്കും നേരം ഉച്ചയായി. അപ്പോൾ അനുക്കുട്ടി എന്നെ വിളിച്ച് പറഞ്ഞു ലഞ്ച് കൊടുത്തയക്കാമെന്ന്. എനിക്ക് വലിയ സന്തോഷം. അപ്പോൾ ഇനി കുക്ക് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അനുക്കുട്ടി എനിക്ക് നമ്മുടെ സ്വിഗ്ഗിയിലെ ജീനി വഴി ഫുഡ് കൊടുത്തയക്കുന്നത്.
താഴത്തെ നിലയിലുള്ള പൂജാമുറി ക്ലീൻ ചെയ്തു. പിന്നെ കഴുകിയിട്ട തുണികളൊക്കെ മടക്കി വെച്ചു. എന്നിട്ട് അതൊക്കെ അലമാരയിൽ ഭംഗിയായിട്ട് അടുക്കി വെച്ച ശേഷമാണ് ഊണ് കഴിക്കാൻ ഞാൻ വന്നത്. ആക്ച്വലി എൻ്റെ ഡാൻസ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് ഒട്ടുമിക്ക ദിവസങ്ങളിലും അനിക്കുട്ടി എനിക്ക് ഫുഡ് അയക്കുമായിരുന്നു. ഇന്ന് എന്തൊക്കെയാണ് അയച്ചിരിക്കുന്നത് നോക്കാം. ഇതാ ഉള്ളി ചമ്മന്തി, മാങ്ങ വെച്ചിട്ടൊരു കറി, സ്പെഷ്യൽ കറിയാണേ, പിണ്ടിത്തോരൻ, ബീട്രൂട്ട് തോരൻ, ചോറ്, പാവയ്ക്ക മെഴുക്ക് വരട്ടി, അങ്ങനെ വിഭവസമൃദ്ധമായിട്ട് അയച്ചിട്ടുണ്ട്. ഇത്രയും പോരാഞ്ഞേ അവിടെ വീട്ടിലുണ്ടായ കായ വറുത്ത ഉപ്പേരി അതും കൂടി അയച്ചിട്ടുണ്ട്. ഗംഭീരം ഫുഡായിരുന്നു. എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവുമല്ലോ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയിരുന്നു എന്ന്. ഈ ഫുഡ് അയച്ച അനിക്കുട്ടിക്ക് എല്ലാ നന്മകളും വരുത്തണമെന്ന് ഞാൻ മനസ്സിൽ തട്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ GG ഹോസ്പിറ്റലിൻ്റെ വക ഒരു ഗിഫ്റ്റ് ഹാമ്പറും ഈ വർഷത്തെ ഒരു കാലണ്ടറും കൂടി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് ഹാമ്പർ ഞാൻ സൗഭാഗ്യയ്ക്ക് കൊടുക്കാനായിട്ട് എടുത്തു വെച്ചു. 8 മണി കഴിഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ സൗഭാഗ്യ കടയിൽ പോകാനായിട്ട് എന്നെ കൂട്ടാനെത്തി. പാവ സുധാപ്പു ഉറങ്ങിപ്പോയി. ഞങ്ങൾ നേരെ പോകുന്നത് ലുലുവിലേക്കാണ്. ലുലുവിൽ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ വിശന്നു. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ ഫുഡ് കോർട്ടിൽ പോയി നല്ലപോലെ ഭക്ഷണം കഴിച്ചു. ഈ ഔട്ട്ലെറ്റിൽ നിന്നാണ് ഞാനും സൗഭാഗ്യം ഫുഡ് വാങ്ങി കഴിച്ചത്. ഫുഡിന് ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ ഇവർ സെർവ് ചെയ്ത ആ കണ്ടെയ്നർ ഒരു കാർഡ്ബോർഡ് ബോക്സിലിട്ടാണ് ഒരു ഫുഡ് തരുന്നത്. അതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല, ഒരു തൃപ്തിയില്ലാത്തതുപോലെ. അതുമാത്രമല്ല ഒട്ടും ക്വാണ്ടിറ്റി ഇല്ല, തീരെ പിശുക്കിയാണ് അവർ തരുന്നത്. പക്ഷേ ടേസ്റ്റ് നല്ലതായിരുന്നു. എനിക്ക് വെജിറ്റബിൾ സ്റ്റീംഡ് മോമോസും സൗഭാഗ്യയ്ക്ക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ഒരു വെജിറ്റബിൾ സെഷ്വാൻ കറിയുമാണ് പറഞ്ഞത്. സുധാപ്പൂനൊരു മിൽക്ക് ഷേക്ക് വാങ്ങിച്ചു കൊടുത്തു. സൗഭാഗ്യ തണുപ്പാന്ന് പറഞ്ഞ മോൾ അധികം ഒന്നും കഴിച്ചില്ല. എൻ്റെ കയ്യിൽ നിന്ന് ഒരു മോമോസ് വാങ്ങിച്ചു കഴിച്ചു മോള്. അതിനുശേഷം
ഞങ്ങൾ ലൂലു കണക്റ്റിലാണ് പോയത്. അവിടെ നിന്നാണ് ഈ റോബോ വാക്യൂം ക്ലീനിങ് മെഷീൻ മേടിച്ചത്. സെയിൽ നടക്കുന്നതുകൊണ്ട് നല്ല ഓഫറും കൂടെ കിട്ടി. ഇനി ഈ മെഷീൻ നന്നായിട്ടൊന്ന് വർക്ക് ചെയ്താൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനയേ ഉള്ളൂ. ശേഷം സൗഭാഗ്യയ്ക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഐസ്ക്രീം കിട്ടുന്നൊരു ഔട്ട്ലെറ്റിലേക്ക് ഞങ്ങൾ പോയി. സൗഭാഗ്യ ഗംഭീരമായിട്ടൊരു ഐസ്ക്രീം ഓർഡർ ചെയ്തു. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് സൗഭാഗ്യ എന്ത് രസമായിട്ടാണ് ഐസ്ക്രീംസൊക്കെ ഓർഡർ ചെയ്യുന്നതെന്ന്. എനിക്ക് പലപ്പോഴും അവിടെ പോയി ഒരു മെനു കാർഡ് കാണിക്കുമ്പോൾ എന്ത് ഓർഡർ ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലായിരിക്കും ഞാൻ. പക്ഷേ സൗഭാഗ്യ കറക്റ്റായിട്ട് ഓർഡർ ചെയ്യും. അത് അസാധ്യ ടേസ്റ്റുമായിരിക്കും. കുട്ടികൾക്കൊപ്പം ഇങ്ങനെ ലൂലൂല് പോയി സമയം ചെലവാക്കുമ്പോൾ മനസ്സിന് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. ക്ലോസ് ചെയ്ത ഷോപ്പ് നമുക്ക് വേണ്ടി തുറന്നു തന്ന നല്ല മനസ്സിനുടമ. ലൂലൂന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ ഒത്തിരി വൈകിയായിരുന്നു. അതുകൊണ്ട് തന്നെ മോൾ ടോട്ടലി ഡെസേർട്ടഡ് ആയിരുന്നു. സൗഭാഗ്യയും സുദർശനയും ഒരുപാട് ഓടിക്കളിക്കുകയും ചെയ്തു. അത് കാണാൻ നല്ല കൗതുകമായിരുന്നു. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച ആ ക്ലീനിങ് മെഷീൻ സ്വന്തമായിട്ട് കിട്ടി. സൗഭാഗ്യം മടങ്ങിപ്പോകാൻ നേരത്ത് മറക്കാതെ ജിജി ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ആ ഗിഫ്റ്റ് ഹാമ്പർ ഞാൻ ഓർത്ത് കൊടുത്തു വിട്ടു. ഇത് നെക്സ്റ്റ് ഡേ നമ്മുടെ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പഠിപ്പിച്ചു തരാനായിട്ട് അവിടുത്തെ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ എത്തി. അദ്ദേഹം അത് കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ഉപയോഗിക്കണമെന്നൊക്കെ വളരെ വിശദമായിട്ട് എനിക്ക് പറഞ്ഞു തന്നു. അക്വാ ഗാർഡിൻ്റെ മെഷീനാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. 3 ഡിസ്ട്രിക്ട്സിനും കൂടി ഈ ഒരു വ്യക്തിയാണ് ഓതറൈസ്ഡ് പേഴ്സണായിട്ട് ഉള്ളത്. പറഞ്ഞു തന്നത് കേട്ടപ്പോൾ എല്ലാം വളരെ ഈസിയാണെന്ന് എനിക്ക് തോന്നി. ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താവുമെന്ന് കണ്ടറിയണം. ഈ മെഷീൻ ആദ്യം ചെയ്യുന്നത് ഒരു മാപ്പിംഗ് ആണ്. അതായത് നമ്മുടെ വീട്ടിലെ മുറികളെല്ലാം അത് കൃത്യമായിട്ട് മാപ്പ് ചെയ്ത് വെക്കും. നമുക്ക് ആ മാപ്പിംഗ് സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, ഡാൻസ് ക്ലാസ് എന്ന് 3 സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മാപ്പിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ചാർജ് ചെയ്ത് വെച്ചാൽ അത് കൃത്യമായിട്ട് തനിയെ പോയി ക്ലീൻ ചെയ്തോളും. ഇനി ഒന്ന് റെഡി ആവണം. ഇന്നൊരു പുതിയ അഡ്മിഷനുള്ള ദിവസമാണ്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ ക്ലാസ്സാണ് ഞാൻ എടുക്കുന്നത്. 1-to-1 ടീച്ചിങ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ
ഗ്രൂപ്പ് ക്ലാസ്സസ് തൽക്കാലം ഞാൻ എടുക്കുന്നില്ല. ഇന്ന് ജോയിൻ ചെയ്യാൻ വരുന്ന സ്റ്റുഡൻറ്റ് ഒരു കിൻഡർ ഗാർഡൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നവരാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ സ്ഥിരം കഴിക്കാറുള്ള ഡേറ്റ്സും ഡ്രൈഡ് ഫ്രൂട്ട്സൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അത് മേടിക്കാനായിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. ഇത് അടുത്ത ദിവസം. ഇന്ന് സ്വർഗവാതിലെ ഏകാദശിയാണ്. പതിവിൽ നിന്നും വളരെ നേരത്തെ ഞാൻ ഇന്ന് ഉണർന്നു, കുളിച്ചു, ഇപ്പോൾ വിളക്ക് കൊളുത്ത് കാണും. ഇതിപ്പോൾ നേരത്തെ റെഡിയായി അമ്പലത്തിലേക്ക് പോവാണ്. ഇന്ന് ദർശനത്തിന് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അമ്പലത്തിൽ നേരത്തെ എത്തേണ്ടതുണ്ട്. പാർക്കിങ്ങും വലിയ വിഷയമാണെന്ന്. ഈശ്വരാ, ദർശനം കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു, റീൽസ് ചെയ്തു, എക്സസൈസ് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ദോശയാണ് കേട്ടോ. 3 ദോശ ഉണ്ടാക്കി അതിൻ്റെ കൂടെ അനിക്കുട്ടി അയച്ച ഉള്ളിച്ചമ്മന്തി കൂട്ടാന്ന് വിചാരിച്ചു. കുറച്ച് സൗകര്യത്തിലാണ് ഞാനിപ്പോൾ. എൻ്റെ റോബോയെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ക്ലാസ്സൊക്കെ എടുത്തു, കുക്ക് ചെയ്തു, ലഞ്ച് കഴിച്ചു, സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു. കഴുകി ഉണക്കിയ തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു. അതെല്ലാം കൊണ്ടിട്ട് വൃത്തിയായിട്ട് മടക്കി വെച്ചു.
ഇനി കുറച്ച് എഡിറ്റിംഗ്, ഡബ്ബിംഗ്, വ്ളോഗ് അപ്ലോഡിങ്, അങ്ങനെ കുറച്ച് ജോലി. ഇത് അടുത്ത ദിവസം ഡാൻസ് ക്ലാസ്സിന് ഞാൻ റെഡി ആവുകയാണേ. ഇന്നത്തെ സ്റ്റുഡൻറ്റ് ഡോക്ടർ അശ്വിനിയാണ്. പുതിയ ഡാൻസ് ക്ലാസ് ഓപ്പൺ ആയതിന് അശ്വിനിയുടെ വക ഒരു ഗിഫ്റ്റ്, വീണ്ടും ഒരു കൃഷ്ണനെ എനിക്ക് സമ്മാനമായിട്ട് കിട്ടി. എൻ്റെ സഹോദരൻ ദുബായിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ കൂടെ ലഞ്ച് കഴിക്കാനായിട്ട് എനിക്ക് പുറത്ത് പോകണം. അപ്പോൾ ക്ലാസ് കഴിഞ്ഞതും ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഹലോ ഹലോ ബ്രദർ. ഹോട്ടൽ ഹൈസിന്തിൽ ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. ഇത് ഡേറ്റ്സ് ഉനക്ക് and chocolate நம்ம princess இந்த princess இருக்கால மிஸ் சூத் ஓகே ഞങ്ങൾ ഹൈസിന്തിലെത്തി. വലിയ തിരക്കുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഹൈസിന്തിൽ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നത്. ഒരുപാട് കേട്ടു ഹൈസിന്തിലെ ഫുഡ് നല്ലതാണെന്ന്. അപ്പോൾ ഇന്ന് ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ട് പറയാമേ. ബുഫേ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ ലാക്കാട്ടാണ് ഓർഡർ ചെയ്തത്. ഒരു ഫ്രൈഡ് റൈസ് പറഞ്ഞു, ഒരു പൊട്ടാറ്റോ കറി പറഞ്ഞു, ഒരു സൂപ്പ് ഞങ്ങൾ 1/2 ഓർഡർ ചെയ്തു, പിന്നെ ഡെസേർട്ടും ഓർഡർ ചെയ്തു. പറഞ്ഞു കേട്ടതുപോലെ തന്നെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സർവീസ് ആയിരുന്നു, നല്ല ആംബിയൻസ് ആണ്. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് വലിയ തിരക്കും ഉണ്ടായില്ല. അതൊരു വലിയ ബ്ലെസ്സിങ് ആയി. ഡെസേർട്ട് ഞാൻ ഗുലാബ് ജാമുനാണ് ഓർഡർ ചെയ്തത്. ബ്രദറ് പായസം പറഞ്ഞു. ഡെസേർട്ടും കൂടി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഫുള്ളായി. എൻ്റെ വീക്ക്ലി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കട്ടെ. വീണ്ടും നമുക്ക് കാണാം. ഉറപ്പായിട്ട് കാണണം കേട്ടോ. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ടേക്ക് കെയർ. ടാറ്റാ. ബൈ.